എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനും സുഹൃത്ത് ലീനിയും കൂടി ഒരു യാത്ര പോവുകയാണ്. കല്ലുത്തിപ്പാറ അമ്പലത്തിലേക്ക് പോവുകയാണ്. പ്രബിൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോകണം. അല്ലേ പ്രബിൻ? കണ്ടാണ് ശരിയല്ലേ ഇത്? കണ്ട ലീന, ഞാൻ എവിടേക്കാ കാത്തിക്കണ്ടേ? ചൂണ്ടൽ കഴിഞ്ഞ് കുറച്ച് ദിവസമായി ലീന പറഞ്ഞു കണ്ടാണശ്ശേരിയിലുള്ള കല്ലുത്തിപ്പാറ അമ്പലത്തേക്ക് പോകണം. എന്നാൽ പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞായറാഴ്ച വന്നപ്പോൾ ഞങ്ങൾ കല്ലുത്തിപ്പാറയിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഭഗവാന്റെ പാദം അവിടെ ഉണ്ട്. മുകളിൽ ഭഗവാന്റെ പാദം മുകളിൽ. അതിന് ഇതിയാണ് പോകുന്നത്. ഇതിൽ പോയി അവിടെ പിന്നെ കയറുമ്പോൾ തന്നെ അവിടെ തീർത്ഥക്കുളമുണ്ട്. ആ തീർത്ഥക്കുളം പറ്റാത്തതാണ്, ഒരിക്കലും പറ്റാത്ത ഒരു കുളമാണ്. ഏത് വേനൽക്കാലത്തായാലും നിറയെ വെള്ളം ഉണ്ടാവും. അതൊക്കെയാണ് നമ്മുടെ അനുഭവം. പിന്നെ അവിടെ പാദത്തിൻ്റെ അവിടെ വളരെ സൂക്ഷിച്ച് നോക്കണം എല്ലാവരും പോകുമ്പോൾ. അവിടെ ഭഗവാന്റെ ആ പശുവിനെ ഗോക്കളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭഗവാൻ ആ കയറില്ലേ, പശുവിനെ കെട്ടിയിരുന്ന ആ കയർ പോലും അങ്ങനെ പോയിട്ടുള്ള അത് അവിടെ ഉണ്ട്. അത് നമുക്ക് കാണാം. പക്ഷെ ഒന്ന് ശ്രദ്ധയോടെ നോക്കാം. എല്ലാവരും കയറി ഇങ്ങനെ വെറുതെ കയറി ഇങ്ങനെ ഇറങ്ങി വരും. ആ പരിസരം ചുറ്റുപാടൊക്കെ ഒന്ന് കാണുക. അത് എന്നിട്ട് മനസ്സിൽ നമ്മൾ ആവാഹിക്കുക. അപ്പുറത്ത് നമുക്ക് വൃന്ദാവനമുണ്ട്. ആ വൃന്ദാവനത്തിൽ ഊഞ്ഞാലിട്ടുണ്ട്. ഇവിടെ അഷ്ടമി രോഹിണിക്ക് അവിടെ 4-5 ഊഞ്ഞാലിടും. ഞങ്ങൾ അതിൻ്റെ ഒരു പദ്ധതിയിലാണ്. കുടിക്കാനുള്ള വെള്ളമാണ് ഉദ്ദേശിച്ചത്. ഗുരുവായൂരപ്പൻ ഗോക്കളം മേച്ച് ഇവിടെ വന്നു എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഇവിടെയുള്ള പശുക്കളൊക്കെ വേനൽക്കാലത്ത് ദാഹിച്ചു കഴിഞ്ഞാൽ അവരോട് പറയേണ്ട ആവശ്യമില്ല, ഇവിടെ കയറി വന്ന് കുടിച്ച് വെള്ളം കുടിച്ചു. അവിടെ 12 അടി താഴ്ചയുണ്ട് ഇതിന് അറ്റത്ത്. അവിടുന്ന് അങ്ങോട്ട് ഒരു കോളാണ് വട്ടത്തിൽ. അത് ഒരാൾ നിന്നാലും ഇങ്ങനെ കയ്യെത്തിക്കാം. ഒരു കല്ല് വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. ആ കല്ലിൻ്റെ ഗ്യാപ്പിലൂടെ ഇങ്ങനെ വെള്ളം നീരുറവ വരുന്നത് എന്നുണ്ട്. വേനൽക്കാലത്ത് ഒരു 3 ഇഞ്ചോ 2 ഇഞ്ചോ 3 ഇഞ്ചോ കുറയും. അത് ചിലപ്പോൾ വൈകിട്ട് കുറഞ്ഞാൽ രാവിലെ കൂടും. കാൽപാദം ഗുരുവായൂരപ്പൻ്റെ പാദമാണ്. അത് ഗുരുവായൂരപ്പൻ ഇവിടെ പൊക്കളം വെച്ച് വന്നു എന്നുള്ള തെളിവ്. പിന്നെ ആ ഭാഗം ആ സർപ്പക്കാവിൻ്റെ അപ്പുറം വൃന്ദാവനം. അതിന് ഈ ഭൂമികളൊക്കെ അമ്പലത്തിൻ്റെതായതാണ്. അത് ഓരോരുത്തർ കൈവശം വെച്ച് കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമി കിട്ടിയിട്ടില്ല. ശശി കണ്ടാണശ്ശേരി ഇവിടെ കല്ലുത്തിപ്പാറ അമ്പലമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇവിടുത്തെ ഐതിഹ്യം പറയുകയാണെന്ന് വെച്ചാൽ എന്നാണ് ക്ഷേത്രം ശരിക്കും ഉണ്ടായതെന്ന് അവിടെ ആർക്കും അറിയില്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവാന്റെ പാദം ഇവിടെ പതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാലം നമുക്ക് ഗണിക്കാൻ കഴിയില്ല. ഇവിടെ കാരണന്മാരും ഇവിടുത്തെ ആചാര്യന്മാരും അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടതനുസരിച്ച് വളരെ പഴയ ക്ഷേത്രമാണ്. ഭഗവാന്റെ പാദം പതിഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ ഗോക്കളെ മേയ്ക്കാൻ വരുമ്പോൾ ഗോക്കളെ കെട്ടിയിരുന്ന കയറ് ഇവിടെ ഉരഞ്ഞു പോയിട്ടുള്ള സംഭവം ഇവിടെയുണ്ട്. പിന്നെ ഇത് പണിതിട്ടുള്ള ഏകദേശം 2000-ലാണ്. ഈ 2000-ൻ്റെ മുന്നേ ഇവിടെ ജ്യോത്സ്യന്മാരുടെ
നിരീക്ഷണ പ്രകാരം അവരുടെ അറിവനുസരിച്ച് ഇവിടെ ഭഗവതി സാന്നിധ്യമുണ്ട്. തന്നെയല്ല കൂടെ ഭഗവാന്റെ സാന്നിധ്യം ധാരാളമുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ പിന്നെ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ചെറുതായിട്ട് ക്ഷേത്രം പണിയുകയും അതിൻ്റെ കൂടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. രാമായണത്തെക്കുറിച്ച് സംഭവിക്കുമ്പോൾ 15ാമത്തെ വർഷമാണ് ഇവിടെ രാമായണം. രാമായണ മാസത്തിൽ ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട്. എല്ലാ വ്യക്തികളും ഇവിടുത്തെ ചുറ്റുപാടുള്ളവരും വരുന്നവരൊക്കെ ആയിട്ടുള്ള പലരും ഈ രാമായണം സ്പോൺസർ ചെയ്യുന്നു. ഒരാൾക്ക് ഇത് സ്പോൺസർ ചെയ്യാൻ 2500 രൂപയുള്ളൂ. അവർക്ക് രാമായണം കൊണ്ടുവരാം, രാമായണം ഇവിടെ വായിക്കാം, രാമായണത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ കഥകൾ പറയാം, ഭജൻസ് പാടാം. ഭജൻസ് പാടിയതിന് ശേഷം ഇവിടെ അത് ആരതിയോടുകൂടിയുള്ള സമർപ്പണമുണ്ട്. ആ പൂജ നടത്തുന്ന അവർക്ക് പ്രത്യേകമായിട്ടുള്ള നമ്മൾ എന്താ പറയുക അവിടുത്തെ അന്നദാനം അല്ലെങ്കിൽ അവിടുത്തെ പൂജാദ്രവ്യങ്ങൾ കൊടുക്കുന്നതാണ്. അങ്ങനെ വീണ്ടും പ്രബിൻ വന്നു.